വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാം. ഈ പൊട്ടാറ്റോ ഫ്രൈ കടു വറക്കാൻ ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ഈ മസാല കൂട്ട് കറിക്ക് ഒരു ഡിഫറെന്റ് ഫ്ലേവർ ആണ് കൊടുക്കുന്നത്. അപ്പൊ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പൊട്ടാറ്റോയും തക്കാളിയും അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, കായപ്പൊടി, മല്ലിയില, എണ്ണ, ഉപ്പ്, കടു വറക്കാനുള്ള കൂട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങിട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. പൊട്ടാറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ ഒരു ഹെൽത്തി ഓപ്ഷനായി പൊട്ടാറ്റോ വേവിച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി. പക്ഷെ ഒരുപാട് അങ്ങ് വെന്ത് പോവാതെ ശ്രദ്ധിക്കണേ. പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി പൊട്ടാറ്റോ വറുത്ത അതേ എണ്ണയിലേക്ക് നമുക്ക് ഈ കൂട്ടിടാം. ഇതിൽ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയാണുള്ളത്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കി ഇതിലേക്ക് 2 നുള്ളു കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഈ മസാലയൊക്കെ പൊട്ടാറ്റോയിലേക്ക് നന്നായി പിടിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം.
ഇനി പൊട്ടറ്റോ വെന്തിട്ടുണ്ടോ നോക്കാം. പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനി അടുപ്പത്തു നിന്ന് മാറ്റി സെർവ് ചെയ്യാം. ഈ പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.